സർ, വയനാട് ബത്തേരിയിൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യ എന്ന് പറഞ്ഞ് ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് 2026 നിയമസഭയിലേക്ക് വരാനായി ഒരു വളരെ പ്ലാനും പദ്ധതിയുമായിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു പ്ലാനും പദ്ധതിയുമായിട്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് വരുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത ഒരു ഊർജം കോൺഗ്രസ്സിനുള്ളതായി തോന്നുന്നു. പുറത്തു നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നവരാണെന്ന രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്നല്ലോ എന്നൊരു സന്തോഷം. തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം 2026 എത്താൻ കഴിയുമോ? അതായത് ഇക്കഴിഞ്ഞ കാലത്ത്, അതായത് പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും അതേപോലെ ലോകസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഓരോ തെരഞ്ഞെടുപ്പിലും വെച്ചടി കയറിയിട്ട് UDF മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലതരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ വ്യാപകമായ ശ്രമം നടന്നിട്ട് പോലും അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത് കയറിപ്പോകുന്നത്. മാത്രമല്ല, ഇത്തവണ 2000 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടും അതൊക്കെ തന്നെ ജനങ്ങൾ തട്ടിമാറ്റി. മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപകമായ രൂപത്തിൽ പ്രചരണമുണ്ടായിട്ട് അതൊന്നും ഏറ്റില്ല. അപ്പോൾ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിൽ പെട്ട് നിൽക്കുകയാണ്. ഈ ഭരണം മാറ്റണം എന്നുള്ളത് മാത്രമാണ് അവരെ മുന്നിലുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അവസാനം ആൻ്റണി രാജുവിൻ്റെ ജട്ടി കേസ് വരെ അതിൽ ബാധകമായി ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അതിന് രണ്ട് പ്രതിപക്ഷത്തുള്ള കക്ഷികളാണുള്ളത്, മുന്നണികളാണ്. ഒന്ന് NDAയും ഒന്ന് UDFും. NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണത്തിൽ വരും എന്നുള്ളതിൻ്റെ യാതൊരു ലാഞ്ചനയും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉണ്ടായിട്ട് വെറും തിരുവനന്തപുരത്ത് മാത്രമാണ് 2 സീറ്റിൽ മാത്രമാണ് അവർ ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഭരണത്തിൽ അവർക്ക് എത്താൻ പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് അനുകൂലമായി വരുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഭരണത്തിലെത്തുമെന്ന് 100% ഉറപ്പുമുള്ളത് UDF ആണ്. ഇനി UDFനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഇനി 2 മാസം കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം എന്താണ്? തമ്മിലടിയാണ്. ആ തമ്മിലടി ഒഴിവാക്കിയും കൊണ്ടുള്ള ഒരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ടത്. പലയിടത്തും വിമതന്മാർ നിന്നെങ്കിലും അതിനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ ഒഴിവാക്കുന്ന സമീപനം ഉണ്ടായി. അത് തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും കോഴിക്കോടൊക്കെ തന്നെ വിമതന്മാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ചില കോഴിക്കോട് ഭരണം നഷ്ടപ്പെടാൻ കാരണം അതായിരിക്കാം. പക്ഷേ എറണാകുളത്ത് കണ്ട എന്താണ്, 12ഓളം വിമതന്മാരുണ്ടായിരുന്നു, ഒക്കെ അതിന് തട്ടിമാറ്റി. അപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 8 ജില്ലകൾ UDF 100% തൂത്തുവാരും. ഇപ്പോൾ അതിൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചയുണ്ട്. അപ്പം കാസർഗോഡ് ഇപ്പം 4 നിയോജകമണ്ഡലങ്ങൾ UDFന് കൂടിയാണ്. ഒരു മണ്ഡലം കൂടെ പിടിക്കാൻ അവർക്ക്, തൃക്കരിപ്പൂരും കൂടെ അവർക്ക് പിടിക്കാൻ പറ്റും. ലോക്സഭാ ഇലക്ഷനിൽ അവിടെ 10,000-ലേറെ വോട്ടിന് രാജ്മോഹൻ ഉണ്ണിത്താനും ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലമാണ് തൃക്കരിപ്പൂർ. അപ്പം ഈ 5 മണ്ഡലങ്ങൾ പിടിക്കാനുള്ള പ്ലാനും പ്രവർത്തനമാണ് അവർ ഈ ലക്ഷ്യയിൽ കൂടെ പ്രധാന ലക്ഷ്യമാണ് കാസർഗോഡ് ജില്ല. പിന്നെ അവിടുന്ന് മറികടന്ന് കോഴിക്കോട് 13 മണ്ഡലങ്ങളുള്ള സ്ഥലമാണ്. അതിലിപ്രാവശ്യം 10 മണ്ഡലങ്ങൾ UDF ആണ് മുന്നേറിയിരിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങൾ കൂടി റിയാസിൻ്റെ ബേപ്പൂരും ശശീന്ദ്രൻ്റെ എലത്തൂരും കോഴിക്കോട് സൗത്തും അടക്കമുള്ള 3 മണ്ഡലമാണുള്ളത്. അത് അന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുടെ സ്വാധീനം കൊണ്ടാണ് ഈ മേഖലയിൽ കുറഞ്ഞ വോട്ടിന് അവർ മുന്നിട്ട് നിൽക്കുന്നത്. ആ സ്ഥലവും അവർ 13 സീറ്റുകളാണ് ലക്ഷ്യയിൽ കൂടെ അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് നേടാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെയാണ് വയനാട് ഇപ്പോൾ ഏകദേശം എല്ലാ ഭൂരിപക്ഷത്തിന് UDF ആണ്. വയനാട് കുറച്ച് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിൽ അല്ല, അത് ഒക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനാണ് സുൽത്താൻ ബത്തേരി തന്നെ കൊണ്ടുവച്ചത്. വയനാട്ടിലാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതെങ്കിലും ഭാഗ്യസ്ഥലമായി അവർ കരുതുന്നു. അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായിട്ടുള്ള വലിയ നേട്ടം, അവിടെ എല്ലാ മേഖലകളിലും അവർ മുന്നിൽ വന്നു. മാനന്തവാടി മുനിസിപ്പാലിറ്റി LDF പിടിച്ചെടുത്തു. അവർക്ക് കൽപ്പറ്റ നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ കൽപ്പറ്റ നിയോജകമണ്ഡലം അവർക്ക് ഭൂരിപക്ഷമാണ് 12,000-ൽ വോട്ടിന്. അപ്പം മൊത്തത്തിൽ 3 നിയോജകം അവരുടെ കയ്യിൽ ഇപ്പോൾ സുരക്ഷിതമാണ്. അത് കൂടുതൽ ഇരട്ടി വോട്ടിന് ഭൂരിപക്ഷത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മലപ്പുറത്ത് 16 സീറ്റും, പൊന്നാനി അടക്കം, പൊന്നാനിയിൽ 1300 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ UDFനുണ്ട്. അപ്പോൾ ഇവർ ശരിക്കുള്ളൊരു കാറ്റടിക്കുന്നുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രാദേശിക നേതാക്കന്മാരുടെ ബന്ധമുള്ളത് കൊണ്ട് അത്ര കാറ്റടിച്ചിട്ടില്ല എന്നുള്ള സത്യം. ഈ ശരിക്കുള്ള കൊടുങ്കാറ്റ് നിയമസഭയിൽ ആഞ്ഞു വീശത്തക്കതിയുള്ള
പ്രവർത്തനമാണ് അവർ മലപ്പുറം നേതാവുന്നത്. 16 സീറ്റും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സ്ഥലം മലപ്പുറമാണ്. 16 സീറ്റും അവർ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ തൃശ്ശൂരും അതേപോലെ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ LDFന് അവിടെ കുറച്ച് മുന്നിലുള്ള സ്ഥലമാണ് തൃശ്ശൂർ. എന്നാൽ എറണാകുളത്ത് 14 സീറ്റാണുള്ളത്. ഈ 14 സീറ്റും പ്രാവശ്യം UDFന് അനുകൂലമാണ്. എത്ര സീറ്റ് കിട്ടും സാർ? തൃശ്ശൂർ ഇപ്പോഴത്തെ അവസ്ഥയിൽ 6 സീറ്റ് വരെ കിട്ടാനുള്ള എല്ലാ സാധ്യത. അവിടെ 13 സീറ്റാണുള്ളത്, 6 സീറ്റാണുള്ളത്. പക്ഷെ അവിടെ CPM വളർച്ചയുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ സ്ഥലമായിരുന്ന സ്ഥലമല്ലേ തൃശ്ശൂർ? അല്ല, തൃശ്ശൂർ അങ്ങോട്ടും എങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ CPM പ്രത്യേകിച്ച് CPIക്ക് ഭയങ്കര സ്വാധീനമുള്ള സ്ഥലമാണ്. ഇപ്രാവശ്യം അത് ഏകദേശം ബാലൻസ് ചെയ്ത് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുത്തല്ലേ, ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തല്ലേ, ചാലക്കുടി മുനിസിപ്പാലിറ്റി അവരുടെ കയ്യിലാണ്, വൻ ഭൂരിപക്ഷത്തിന് കയ്യിലാണ്. അപ്പോൾ ഈ പ്രാദേശിക തലത്തിലുള്ള ബന്ധങ്ങൾ അവർക്ക് ശക്തമുള്ള സുരേഷ് ഗോപി ഫാക്ടറി ഏശില്ല. സുരേഷ് ഗോപി കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായ ഒരു കാര്യത്തിന് BJP തന്നെ സുരേഷ് ഗോപിയെ തകർക്കണം എന്നുള്ളൊരു പ്ലാനും പ്രവർത്തനവും നടന്നിട്ടുണ്ടെന്നുള്ളത് വേറെ വശമാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം വിജയിച്ച ശേഷം അവിടെയുള്ള നേതാക്കന്മാരൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. സുരേഷ് ഗോപിയോട് കൊണ്ടാണ് അവിടെ നേട്ടം ഉണ്ടാക്കിയത് എന്ന് പൊളിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ സുരേഷ് ഗോപി എഫക്റ്റ് ഇല്ല എന്ന് കാണിക്കേണ്ടത് അവരുടെയും കൂടെ ആവശ്യമായിരുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ 36 വാർഡുകളിൽ BJP മുന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കണ്ട. എട്ട് ജില്ലകൾ എന്ന് പറയുന്നത് അടുത്തത് എറണാകുളമാണ്. എറണാകുളം അവർക്കിപ്പം എല്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റ് അവരുടെ കയ്യിലാണ്, 14 നിയോജകമണ്ഡലം അവരുടെ കയ്യിലാണ്. ഈ 14 നിയോജകമണ്ഡലം അവരെ കയ്യിൽ സുരക്ഷിതമാക്കാനുള്ള പ്ലാനും പ്രവർത്തനമാണ്. കൃത്യമായ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള പരിപാടിയാണ്. കളമശ്ശേരിയൊക്കെ കളമശ്ശേരി 15,000 വോട്ടിന് UDF മുന്നിലാണ്. ഏറ്റവും രസകരമായ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ ഉള്ളത്. രാജീവ് മത്സരിക്കുകയാണെങ്കിൽ തോക്കുക തന്നെ ചെയ്യും. 100% ഷിയാസാണ് അവിടെ മത്സരിക്കാൻ പോണെന്നുള്ളതാണ് പറയുന്നത്. ഷിയാസ് ഇപ്പം കേരളത്തിന്റെ ഒരു വികാരമാണ്, കോൺഗ്രസ് നേതാവ് എന്നുള്ള വിധത്തിൽ എല്ലാവർക്കും നല്ല സപ്പോർട്ടുള്ള ഒരു നേതാവാണ്, പോരാട്ടം നായകന് കൂടിയാണ്. മത്സരിക്കണമെന്ന് പറയുന്ന DCC പ്രസിഡന്റാണ്. അതെ. പിന്നെ ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 സീറ്റും ഇത്തവണ ഉടുമ്പൻചോല പോലും പിന്നെ നമ്മുടെ UDFന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പ്രാവശ്യം ഭൂരിപക്ഷമാണ്. എം എം മണി നിന്ന സ്ഥലത്ത് പ്രാവശ്യം അവിടെ UDFന് അനുകൂലമാണ്. ഇനി 5 സീറ്റുകൾ UDFന് അനുകൂലമാണ്. പിന്നെ പത്തനംതിട്ടയിൽ 5 സീറ്റും UDFന് അനുകൂലമാണ്. 5 സീറ്റിലും വലിയ ഭൂരിപക്ഷത്തിന് UDFന്. വീണ ജോർജ് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFന് ആറന്മുളയിലുള്ളത്. വീണ ജോർജ് അവിടെ നിൽക്കുന്നത്, ബാക്കി എല്ലായിടത്തും വീണ ജോർജ് നിൽക്കുന്നത് UDFന് ഒരു സൗഭാഗ്യമാണ്. വീണ ജോർജ് അവിടെ ഉള്ളപ്പോൾ വോട്ട് താനെ എല്ലാ മണ്ഡലങ്ങളിലും CPM അണികൾ തന്നെ വോട്ട് ചെയ്തോളും. CPM അണികൾക്ക് ഇത്രയും വെറുപ്പുള്ള അറപ്പോടെ കാണുന്ന വേറൊരു നേതാവ് CPM-ലെ പിണറായി സെക്കൻഡാണ് ഞാൻ കരുതുന്നത്. അത്രയും അഹങ്കാരമാണ് അവർക്ക്. അവിടെയുള്ള സാധാരണ CPM പ്രവർത്തകരോട് ഒരു മൈൻഡ് ചെയ്യാത്ത അഹങ്കാരവും ഗർവുമാണെന്ന് അവിടെയുള്ള നേതാക്കന്മാർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കോട്ടയമാണ്. കോട്ടയത്ത് ഇത്തവണ 9 സീറ്റാണ് ഉള്ളത്. 9 സീറ്റുകൾ 6 സീറ്റ് UDFന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ ശരിക്കും അവർ പ്ലാൻ ചെയ്ത് എന്താ വെച്ചാൽ 9 സീറ്റും പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ 9 സീറ്റും പിടിച്ചെടുക്കാൻ നിർണായകമായിരുന്നത് പാലായിലെ അവരുടെ പുളിക്കക്കണ്ടം ഗ്രൂപ്പിൻ്റെ ഒരു CPM-ന്ന് രാജിവെച്ച് വന്ന് അവർ സപ്പോർട്ട് ചെയ്ത് ഇപ്പം മേയറായ അവിടുത്തെ ചെയർപേഴ്സണായി മാറിയിരിക്കുക പാല. അപ്പം വൈക്കം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും അവർ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. പക്ഷെ വൈക്കം ചുരുങ്ങിയ ഭൂരിപക്ഷമേ ഇപ്രാവശ്യത്തെ അതിൽ അവർക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ. കൃത്യമായി പ്രവർത്തിച്ചാൽ 9 സീറ്റും പിടിച്ചെടുക്കാൻ പറ്റും. അവിടെ ജയരാജനും അതേപോലെ 3 പേരും കേരള കോൺഗ്രസ് നിന്ന് രാജിവെച്ച് UDF-ലേക്ക് വരുന്നു എന്നുള്ള, കേരള കോൺഗ്രസ് പിളർത്തിക്കൊണ്ട് UDF-ലേക്ക് വരുന്നു എന്നുള്ള വാർത്തയും വരുമ്പോൾ തീർച്ചയായും പിന്നെ ആ കോട്ടയം നോക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാർത്തയുണ്ട്. ഈ കേരള കോൺഗ്രസ്സിൽ നമ്മളെ ജോസ് കെ മാണിയിൽ നിന്ന് മാറി അവർ വേറൊരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ആവാൻ വേണ്ടിയിട്ടാണ്, UDF-ൽ വരാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അങ്ങനെ ജയരാജ് അടക്കമുള്ള 3 പേര് വരുന്നു എന്നുള്ള, 5 പേരിൽ 3 പേര് UDF-നോടൊപ്പം വരും എന്നുള്ളതോട് വരുമ്പം അവിടെ ക്ലീനായി. പിന്നെ അവിടേക്ക് ഏത് തരത്തിൽ അവിടെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. പത്തനംതിട്ടയും അതേപോലെ കോട്ടയം ആയി കഴിഞ്ഞാൽ ആലപ്പുഴ ഇത്രയും സീറ്റുകൾ എന്ന് പറയുന്നത്, ഈ സീറ്റുകളിൽ ഇവർ നേരത്തെ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം 70 സീറ്റ്. അതായത് പത്തനംതിട്ട 5, കോട്ടയം 9, ഇടുക്കി 5, ഇത്രയും 19ആയി. എറണാകുളം 14, 33ആയി. പിന്നെ വയനാട് 3, 36ആയി. പിന്നെ 16
ഇവിടെ മലപ്പുറം ആ. 16 52ആയി. 52ഉം കോഴിക്കോട് 13 എന്ന് പറഞ്ഞാൽ 65ആയി. 65ഉം കാസർഗോഡ് 5 എന്ന് പറഞ്ഞാൽ 70 സീറ്റ്. ഇത്രയും ഇടങ്ങളിൽ ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കുന്ന പറയുന്നത്. അവർ 70 സീറ്റിൽ ഈ യാത്രക്കിടയിൽ, കേരള യാത്രക്കിടയിൽ 70 വേദിയിൽ തന്നെ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് യാത്ര മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ഈ 70 സീറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി പിന്നെ 70 സീറ്റാണ്. അതെ, 70 സീറ്റില് അവർ കൊല്ലവും ആലപ്പുഴയും തിരുവനന്തപുരം അല്ല അവർ കണക്കൂട്ടുന്നത് ബാക്കി വി ഡി സതീശന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബാക്കി 70 സീറ്റിൽ 35 സീറ്റ് കിട്ടിയാൽ മതി. 105 സീറ്റായില്ലേ? തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭരണവിരുദ്ധ വികാരം വന്നത് UDF അനുകൂലമാണെന്നുള്ള ആൾക്കാർ അങ്ങോട്ട് വോട്ട് ചെയ്യും. അല്ല, അവിടെ ഒരിക്കലും ഇങ്ങനെ ഈ 3 ജില്ലയിൽ ഇടതുപക്ഷ ഇത് മാറി മറിഞ്ഞു പോകുന്ന മണ്ഡലങ്ങൾ. അതെ കൊല്ലത്ത് ഇപ്പൊ 6 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ആലപ്പുഴയിൽ 5 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ എല്ലാ സ്ഥലത്തും പൗതി കൂട്ടിക്കോളൂ. 70 സീറ്റിൽ പൗതി സീറ്റ് കിട്ടിയാൽ 105 സീറ്റായോ? ഇതാണ് UDFന്റെ കണക്കൂട്ടൽ എന്ന് എന്നോട് അതിലേറ്റവും തലമുതിർന്ന ഏറ്റവും പ്ലാനിങ് നടത്തുന്ന ഒരു നേതാവ് വളരെ വിശദമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഏതായാലും ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തുക. സാറ് കൃത്യമായ കണക്കുകൾ പറഞ്ഞെങ്കിൽ സാറിന് വ്യക്തമായ ഇത് കിട്ടിയിട്ട് തന്നെയാണ് സാറ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് അണികൾക്ക് ഒരു ഊർജ്ജം നൽകുന്നതാണ്. മറ്റേത് രാഷ്ട്രീയ പാർട്ടികളും മുന്നേ കോൺഗ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നമ്മൾ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് നടന്നത്. ആ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് കൃത്യമായി അടുത്തിട്ട് വരെ പ്രവർത്തനം. ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെ സെയിം ഡേ തന്നെ, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സെയിം ഡേ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 5 വർഷത്തിനുണ്ടായുള്ള മാറ്റമാണ് UDFന് അത് അനുകൂലമാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ 100-110 സീറ്റിനിടയിൽ UDF അധികാരത്തിൽ വരുന്നുള്ള ധാരണയാണ് ഈ ലക്ഷ്യയിൽ കൂടെ കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.